ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കാം. സുവിശേഷം സ്വാതന്ത്ര്യമായി അറിയിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രികാല ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ മേൽ പകരുകയാകുന്ന സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗദി അറേബ്യയിൽ നിന്നും ഹല്ലേലൂയ ബിനു ജോസ് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായൊക്കെ ഗാനം വിലപ്പെട്ടതാക്കിയ ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥന പാട്ട് ശ്രമിക്കാം. Praise the Lord. Praise the Lord. ചേർന്നിടുവിൻ ഒത്തുപോരാടുവിൻ ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ ദിവ്യ സന്താനമേ ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ ദിവ്യ സന്താനമേ ഇന്ന് നമ്മൾ വന്നു ചേർന്ന കാലമോർക്കളെ അന്ത്യകാലമോർക്കളെ ദുഷ്ടകാലമോർക്കളെ ഇന്ന് നമ്മൾ വന്നു ചേർന്ന കാലമോർക്കളെ അന്ത്യകാലമോർക്കളെ ദുഷ്ടകാലമോർക്കളെ ചേർന്നിടുവിൻ ഒത്തുപോരാടുവിൻ ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ ദിവ്യ സന്താനമേ ശുദ്ധരോട് ദൃത്തിടുന്ന ശക്തി കാണുവാൻ സ്പഷ്ടമായി ദൃഷ്ടികൾ പ്രകാശിച്ചിടണം. ശുദ്ധരോട് ദൃത്തിടുന്ന ശക്തി കാണുവാൻ സ്പഷ്ടമായി ദൃഷ്ടികൾ പ്രകാശിച്ചിടണം. അജിതരായി നിൽക്കണം വിജയം സൂക്ഷിച്ചിടണം. വിജയം നേടണം അജിതരായി നിൽക്കണം വിജയം സൂക്ഷിച്ചിടണം. ചേർന്നിടുവിൻ ഒത്തുപോരാടുവിൻ ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ ദിവ്യ സന്താനമേ ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ ദിവ്യ സന്താനമേ. നമുക്ക് യുദ്ധമുള്ളതോ മനുഷ്യരോടല്ല അദൃശ്യരായ ദുഷ്ടാത്മസേനയോടത്രേ. നമുക്ക് യുദ്ധമുള്ളതോ മനുഷ്യരോടല്ല അദൃശ്യരായ ദുഷ്ടാത്മസേനയോടത്രേ. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ താഴ്ന്നു പോയിടും ദുഷ്ടൻ താഴ്ന്നു പോയിടും ശത്രു അമർന്നു പോയിടും. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ താഴ്ന്നു പോയിടും ദുഷ്ടൻ താഴ്ന്നു പോയിടും ശത്രു അമർന്നു പോയിടും. ചേർന്നിടുവിൻ ഒത്തുപോരാടുവിൻ ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ ദിവ്യ സന്താനമേ ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ ദിവ്യ സന്താനമേ. വന്നിടുന്നു ഘോരമൃഗമെന്നാഴത്തിൽ നിന്ന് അതിന്റെ മുൻപിൽ വിശുദ്ധരെല്ലാം വാളിനിരയത്രേ. വന്നിടുന്നു ഘോരമൃഗമെന്നാഴത്തിൽ നിന്ന് അതിന്റെ മുൻപിൽ വിശുദ്ധരെല്ലാം വാളിനിരയത്രേ. അതിനു മുൻപിൽ നിന്റെ രക്ഷ നേടിക്കൊള്ളണം പൂർണ്ണനായി കൊള്ളണം വെണ്ണിലേറിക്കൊള്ളണം. അതിനു മുൻപിൽ നിന്റെ രക്ഷ നേടിക്കൊള്ളണം പൂർണ്ണനായി കൊള്ളണം വെണ്ണിലേറിക്കൊള്ളണം. ചേർന്നിടുവിൻ ഒത്തുപോരാടുവിൻ ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ ദിവ്യ സന്താനമേ ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ ദിവ്യ സന്താനമേ. സർവശക്തനീശുവിന്റെ ആഗമത്തിനാൽ തൻ പ്രഭയാൽ വൈരികൾ നശിച്ചു പോയിടും. സർവശക്തനീശുവിന്റെ ആഗമത്തിനാൽ തൻ പ്രഭയാൽ വൈരികൾ നശിച്ചു പോയിടും. അന്നവൻ വിശുദ്ധന്മാർ
ചേർന്നിടുവിൻ ഒത്തു പോരാടുവിൻ. ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ, ദിവ്യ സന്താനമേ. ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ, ദിവ്യ സന്താനമേ. ഇന്ന് നമ്മൾ വന്നു ചേർന്ന കാലമോർക്കണേ, അന്ത്യകാലമോർക്കണേ, ദുഷ്ടകാലമോർക്കണേ. ഇന്ന് നമ്മൾ വന്നു ചേർന്ന കാലമോർക്കണേ, അന്ത്യകാലമോർക്കണേ, ദുഷ്ടകാലമോർക്കണേ. ചേർന്നിടുവിൻ ഒത്തു പോരാടുവിൻ. ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ, ദിവ്യ സന്താനമേ. ക്രിസ്തുദേവൻ തന്റെ ദിവ്യ സന്താനമേ, ദിവ്യ സന്താനമേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ കർത്താവിന് വിലപ്പെട്ട ദാസിയെ ദൈവം സഹായിക്കല്ലോ. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കൊടുത്തിരിക്കുന്നു. കർത്താവിന് വേണ്ടി കുടുംബമായ കുഞ്ഞുങ്ങളും ഹല്ലേലൂയ ജ്വലിച്ച് പ്രകാശിക്കുവാൻ, ഹല്ലേലൂയ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി വലിയ ചെയ്യുവാൻ, കരങ്ങളെ ബലപ്പെടുത്തുവാൻ സൗദി അറേബ്യ രാജ്യങ്ങളെ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുന്നവരാകുന്നുവല്ലോ. അപകടത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന്, അനർത്ഥത്തിൽ അവിടെ തിരക്കേറിയ പട്ടണം ദൈവം കാത്തുവിടുവാലിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒക്കലോമാ പ്രേരണ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹവിഷയമാക്കി ദൈവം നിർത്തിയിരിക്കുന്നല്ലോ. ദീർഘായുസ്സോട് ദൈവം തൃപ്തിപ്പെടുത്തട്ടെ. ഒരു ദോഷം വരാതെ ഹോ പരിപാലിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആ പാട്ടിന്റെ ഓരോ വരികളും എത്ര അർത്ഥവത്തായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായി നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, വിശുദ്ധിയിലേക്ക് നടത്തപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. ആ പാട്ട് പാടിയപ്പോൾ ഹല്ലേലൂയ കർത്താവ് മഹത്വം കൊടുക്കുകയും അനുഗ്രഹ സമൃദ്ധി നമ്മുടെ എല്ലാവരുടെ മേലും ദൈവം പൂർണ്ണ മോശമില്ലാത്ത ഒരു ദൈവത്തെ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒന്നുപോലെ അനുഗ്രഹിക്കുന്ന ദൈവം. സ്തോത്രം സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ സ്തോത്രം. നിർമ്മാണം ദൈവനെ ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ വാതി തുറന്നു കിട്ടേണ്ടതിനും ദൈവശബ്ദം നമുക്ക് ഇന്ന് രാത്രി കേൾക്കുവാൻ ഓർമ്മശക്തി ഞാനും ആത്മാവും ദൈവം പകർന്ന തേജസ്സിന്റെ ശുശ്രൂഷയാകുന്നു പുതിയ നിയമ ശുശ്രൂഷ. അത് നിറവേറ്റുവാൻ ഹല്ലേലൂയ ദൈവം കരങ്ങളെടുത്ത് പരിശുദ്ധാത്മാവ് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിപ്പിക്കുന്നവരാൾക്ക് ശബ്ദത്തിൽ ആത്മാവ് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിച്ചാൽ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, സന്ധ്യാസമയം വീണ്ടും സ്തോത്രത്തോട് സ്തുതിയോട് ദൈവസന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും സ്വർഗം തന്ന സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനർത്ഥങ്ങൾ ആപത്ത് നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവേ, ദൈവം ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തുന്ന ദൈവത്തിന്റെ സഹതാവേ, കർത്താവെ പരിപാലനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ സന്ധ്യാസമയം വീണ്ടും കർത്താവേ, ഞങ്ങൾ വിവിധ ഭവനത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയും ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ദൈവ വഴിയിൽ നടക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. കർത്താവെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വചനത്താവിലായി ലീഡിന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പാട്ടിൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. ശത്രുവിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് കർത്താവെ, ഈ ദിവസങ്ങൾ ബലം ധരിച്ച് ശക്തി ധരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ക്രിസ്തുയേശുവിൽ ഞങ്ങൾക്ക് മഹാജയമുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകത്തോടെ അധികാരത്തോടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ദൈവദാസനെ സഹായിക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന ഓരോ ജനത്തെയും കർത്താവെ, ഓരോ കുടുംബങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമായിരിക്കാൻ ദൈവം സഹായിക്കണമേ.
തിരുനാമം മഹത്വപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവ സാന്നിധ്യം കർത്താവേ ഞങ്ങളുടെ ഭവനങ്ങൾ ഇറങ്ങട്ടെ കർത്താവേ. ദൈവ തേജസ് കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങൾ നിറയട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവ പ്രവൃത്തി വെളിപ്പെട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വചനം പോലും കർത്താവെ ഒരുങ്ങുവാനും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വരവിൽ ഞങ്ങൾ എല്ലാവരും കാണപ്പെടുവാനും ഞങ്ങൾ കർത്താവ് ആരും കൈവിടപ്പെട്ടു പോകല്ലേ എന്ന് ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ തലമുറയായി ഞങ്ങളുടെ ദൈവമാകിയാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്തോത്രത്തോടെ സ്തുതിയോടുകൂടി തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഞങ്ങൾ ഇരിക്കുന്ന കർത്താവേ. ഞങ്ങളെ സഹായിക്കണമേ. സകലമാനവും മഹത്വ പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നു. വചന ശുശ്രൂഷയ്ക്കായി ഹല്ലേലൂയ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺ വർഗീസിനെ ആദരവോടെ സ്നേഹത്തോടും ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് വളരെ ഭയഭക്തിയോടും മറലോടും കൂടെ ദിവസത്തിലായിരിക്കാം. താങ്ക് യു പാസ്റ്റർ. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എസ്കറ്റോളജി യുഗാന്ത്യ ദൈവശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ അവിടെയും ഇവിടെയുമായി ചില കാര്യങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സന്ധ്യയെങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് പോകാം. 11 വാക്യങ്ങളാണ് ഈ 4-ാം അധ്യായത്തിനുള്ളത്. ഈ അധ്യായം വായിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്റെ ഹൃദയത്തിൽ നൽകുന്ന ചില ആലോചനകൾ അറിയിക്കുവാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിച്ചു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരകതത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപുറവും പിൻപുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിനെ 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു.
കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടാക്കിയതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുൻപിൽ ഇടും. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ഒരു വാക്കിൽ നമുക്ക് തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കും. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്വർഗീയമായ ദൂത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവവചനം ഞങ്ങൾ കേട്ടല്ലോ. വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാമെന്ന്. അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്ന അവിടുത്തെ ജനം ദൈവകൃപ നിറഞ്ഞ ഒരു വലിയ സന്തോഷത്തിലേക്കും വിടുതലിലേക്കും സൗഖ്യത്തിലേക്കും ബലത്തിലേക്കും തിരുനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. വചന ശുശ്രൂഷയ്ക്കെതിരായുള്ള ദുഷ്ടശക്തികളെ ഫലിപ്പിക്കണമേ. അധരത്തിലും ബുദ്ധിയിലും ആലോചന നൽകണമേ. അത് വിളമ്പിക്കൊടുക്കുവാനുള്ള കൃപയും നൽകണമേ. മഹത്വം അങ്ങേക്ക് യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 22 അധ്യായങ്ങളുള്ള ആ വെളിപ്പാട് പുസ്തകം പഴയ നിയമത്തിൽ മോശയിൽ കൂടെ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച 7 ഉത്സവങ്ങൾക്ക് നിദാനമായി നിൽക്കുന്നത് പ്രാവചനികമായി നമുക്ക് കാണുവാൻ സാധിക്കും. 7 ഉത്സവങ്ങളെ മോശയിൽ കൂടെ ലഭിച്ച 7 ഉത്സവങ്ങളെ 3 ഭാഗങ്ങളായിട്ടാണല്ലോ നമുക്ക് തിരിക്കാവുന്നത്. അങ്ങനെയാണ് മോശയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഒക്കെയും തിരിച്ച് നമ്മളെ പഠിപ്പിച്ചത്. ആദ്യത്തെ 3 ഉത്സവങ്ങൾ, പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, അതുപോലെ തന്നെ ആദ്യ ഫലക്കറ്റ പെരുന്നാൾ, ഇത് ഒരു സെക്ഷനിലും രണ്ടാമത്തെ സെക്ഷനിൽ ഒരു ഉത്സവമാണ് പെന്തിക്കോസ്ത് പെരുന്നാൾ. മൂന്നാമത്തെ സെക്ഷനിൽ 3 ഉത്സവമാണ് ഉള്ളത്. കാഹളനാദ പെരുന്നാൾ, പാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഇങ്ങനെ 7 ഉത്സവങ്ങളാണ് പഴയ നിയമത്തിൽ മോശയിൽ കൂടെ ലഭിച്ചത്. ഈ 7 ഉത്സവങ്ങൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, ഈ വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിലും നമുക്ക് പ്രത്യേകമായി കാണുവാൻ സാധിക്കുന്നു. ആദ്യത്തെ 1-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, ആദ്യത്തെ 3 ഉത്സവങ്ങളാണ് നിദാനമായി നിൽക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പെസഹ പെരുന്നാൾ, അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ആദ്യ ഫലക്കറ്റ പെരുന്നാൾ. നമ്മൾ 1-ാം അധ്യായം വായിക്കുന്നതായ സന്ദർഭത്തിൽ ഞാൻ ക്രൂശിക്കപ്പെട്ടവനായിരുന്നു, ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചിരിക്കുന്നു എന്നൊക്കെയും പറഞ്ഞ് ഹല്ലേലൂയ എന്നേക്കും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വേണ്ടി പെസഹ പെരുന്നാളായി തീർന്ന ക്രിസ്തു, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട ക്രിസ്തു, ക്രിസ്തുവിന്റെ സംസ്കാരം അഥവാ ക്രിസ്തുവിന്റെ ബെറിയൽ തിരുവചനത്തിൽ വളരെ ആഴമായി പഠിക്കേണ്ടതാണ്. പല ആത്മീക മർമ്മങ്ങളും അതിലുണ്ട്. ഇന്ന് നാം ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മൂന്നാമതായി കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്. ഈ 3 കാര്യങ്ങളും 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-3 അധ്യായങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പെന്തിക്കോസ്ത് പെരുന്നാളിനെയാണ് കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ 3 ഉത്സവങ്ങൾ കഴിഞ്ഞതിനെയും ദ പാസ്റ്റിനെയും, 2-3 അധ്യായങ്ങൾ ഇപ്പോഴുള്ള തിരുസഭയെ കാണിക്കുന്നതാകയാൽ പെന്തിക്കോസ്ത് പെരുന്നാളായ പ്രസന്റിനെയും വർത്തമാനത്തെയും, മൂന്നാമത്തെ 3 പെരുന്നാളുകൾ കാഹളനാദ പെരുന്നാൾ, പാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ഭാവിയിൽ സംഭവിക്കുവാൻ ക്രിസ്തുയേശുവിൽ കൂടെ ഹല്ലേലൂയ യഹൂദനോടുള്ള ബന്ധത്തിലൊക്കെ
സംഭവിക്കുവാനുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാഹളനാദത്തിനൊത്തവണ്ണം നമ്മുടെ കർത്താവിന്റെ കാഹളനാദത്തിങ്കലാണ് നാം സ്വർഗസ്ഥലത്തേക്ക് ഉൽപ്രാപണം പ്രാപിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പാപപരിഹാര പെരുന്നാളിലാണ് നാം സക്കറിയ പ്രവചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അതുപോലെ തന്നെ ഇസയ്യാ പ്രവചനത്തിലും ഒക്കെയും ഒരു ദിവസം ഇസ്രായേലിന്റെ പാപങ്ങൾ മോചിച്ചു കൊടുക്കുന്നു. പാപപരിഹാര പെരുന്നാളിൽ ഇസ്രായേലിന്റെ പാപങ്ങൾ മോചിച്ചു കൊടുക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ അവരുടെ പാപങ്ങൾ ഒരു ദിവസം കൊണ്ട് മോചിക്കപ്പെടുകയും ഒരു ദിവസം കൊണ്ട് ഒരു ജാതി പിറക്കുന്നു എന്നൊക്കെയും പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് നമ്മുടെ ദൈവമക്കളോടുകൂടെ ഈ ലോകത്തിൽ യെരൂശലേം തലസ്ഥാനമാക്കി കൂടാരം അടിച്ച് ഹല്ലേലൂയ രാജാതി രാജാവായി കർത്താവായി വാഴുന്നത് കാണുവാൻ സാധിക്കുന്നു. ആദ്യത്തെ 3 ഉത്സവങ്ങൾ കഴിഞ്ഞ കാലത്തെയും പെന്തിക്കോസ്റ്റ് പെരുന്നാൾ ഇക്കാലത്തെയും അതുപോലെ തന്നെ അവസാനത്തെ 3 പെരുന്നാൾ വരുവാനുള്ളതിനെയുമാണ് പ്രാവചനികമായി പഠിക്കുമ്പോൾ നമുക്ക് വിചിന്തനം ചെയ്ത് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 3 കാര്യങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിലെ 4-ാം അധ്യായം വരെ പഠിക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ പ്രത്യേകമായി ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിരുസഭയോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന്, ഹല്ലേലൂയ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ഹല്ലേലൂയ സ്തോത്രം, ദി ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റിനെയാണ് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. വെള്ളോടിന് സദൃശമായ കാലോട് കൂടിയവൻ, അഗ്നിജാലിക്കൊത്ത കണ്ണോട് കൂടിയവൻ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് 1-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന മഹത്വത്തിന്റെ ദൈവമായ ക്രിസ്തുവിനെയാണ് അത് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു. 2-3 അധ്യായങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ, ഹല്ലേലൂയ സ്തോത്രം, നിലയങ്കി ധരിച്ച് മാറത്തെ പൊൻകച്ചയോട്ട് കെട്ടപ്പെട്ടവനായി നമ്മുടെ മധ്യത്തിൽ കൂടെ തിരുസഭയിൽ കൂടെ ഉലാവി നടക്കുന്ന ക്രിസ്തുവിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു, തിരുസഭയിൽ കർത്താവ് വസിക്കുന്നു. നാം വെളിപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായം വായിക്കുന്നതായ സന്ദർഭത്തിലും 5-ാം അധ്യായം വായിക്കുന്ന സന്ദർഭത്തിലും ക്രിസ്തുവിനെ സ്വർഗത്തിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3 വിധ കാഴ്ചപ്പാടുകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ക്രിസ്തു നമ്മളിൽ വസിക്കണം. ഹല്ലേലൂയ തിരുവചനം വളരെ വ്യക്തമായി അത് പഠിപ്പിക്കുന്നു. 2, ക്രിസ്തു നമ്മുടെ ആരാധനയിൽ തിരുസഭയിൽ വസിക്കണം. 3, ക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ 3 കാര്യങ്ങളും നാം അറിഞ്ഞിരുന്നാൽ നമ്മുടെ കർത്താവ് ആരാണെന്നും നാം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിക്കപ്പെടണമെന്നും ഒക്കെയും മനസ്സിലാക്കി കർത്താവിനെ മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനായ ക്രിസ്തു, അതാണ് ഇപ്പോൾ ഈ പ്രസന്റ് കൃപായുഗത്തിൽ കർത്താവിനെ പറ്റി നാം അറിയേണ്ടത്. നിലവിളക്ക്, ഹല്ലേലൂയ സ്തോത്രം, സമാഗമന കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധ സ്ഥലത്താണ് ഇരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. വിശുദ്ധ സ്ഥലത്തെ ഹല്ലേലൂയ കർട്ടനുള്ളിൽ ഹല്ലേലൂയ പ്രകാശം നൽകേണ്ടതിന് ദൈവം കൊടുത്തിരിക്കുന്നതാണ് നിലവിളക്ക്. ഈ നിലവിളക്കിന് നിദാനമായിട്ടാണ് ദൈവസഭ നിൽക്കുന്നത്. ദൈവസഭ വിശുദ്ധ സ്ഥലത്തെ ഒരു സാങ്ച്വറിയിൽ ഹല്ലേലൂയ സ്തോത്രമാണ് നാം ആയിരിക്കുന്നത് എന്നും നമുക്ക് ഒരു ജോലിയുണ്ട്. പ്രകാശം അന്ധകാരം ഭൂമിയെയും
കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമായി പ്രകാശം കൊടുക്കേണ്ടവരാണെന്നും പൊൻനിലവിളക്കുകളാണ് ദൈവസഭയെന്നും നാം അറിഞ്ഞിരിക്കണം. പൊന്നെ വിശ്വാസത്തിന് നിദാനമായി നിൽക്കുന്നതാണ്. ദൈവമക്കളെ വിശ്വാസികൾ എന്നാണ് വിളിക്കുന്നത്. വെറും ഒരു പൊൻനിലവിളക്കല്ല, അവിടെ പ്രകാശം കൊടുക്കേണ്ടതിനെ നിലവിളക്കിൽ ഇടിച്ചെടുത്ത ഒലിവെണ്ണ നിറച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായി തീരണം. ഹല്ലേലൂയ. പുതിയ നിയമസഭയെ പറ്റി കർത്താവ് ഉദ്ദേശിക്കുന്ന കർത്താവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അപ്പോസ്തലനായ പത്രോസ് നമ്മെ ഓർപ്പിക്കുന്നത് പോലെ ജ്വലിച്ച് പ്രകാശിക്കുവാൻ തക്കവണ്ണം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. അങ്ങനെ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ കൂടെ നമ്മളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിപ്പാനിടയായി തീരുകയും ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ കൂടെ ദൈവകൃപയുടെ ബഹുത്വം സർവലോകവും അറിയുവാനിടയായി തീരുകയും ചെയ്യും. തിരുസഭയോടുള്ള ബന്ധത്തിൽ ഈ ദൈവത്തിന്റെ പദ്ധതി വിട്ടിട്ട് ദൈവസഭ അങ്ങ് ദൂരെ 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 അന്ധകാരത്തിൽ മാറി നിൽക്കുന്നതിനാൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം സദാസമയം ദൈവസഭയിൽ അനുഭവിച്ചറിയുവാൻ കടന്നു വരുന്ന ജനത്തിനോ ഹല്ലേലൂയ ദൈവസഭയിലെ അംഗത്വമല്ലാത്ത വെളിയിൽ നിൽക്കുന്നവർക്കോ ഇടയായി തീരുന്നില്ല. ഹല്ലേലൂയ. നാം കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുകയും നാം വലിയ വീരപ്രവൃത്തികൾ ഒന്നും ചെയ്യാതെ വീരപ്രവൃത്തികൾ അപ്പോൾ നമ്മുടെ ഇടയിൽ കാണും. വീരപ്രവൃത്തികളും ദൈവത്തിന്റെ അത്ഭുതമായ കാര്യങ്ങളും നമ്മളിൽ നടക്കാത്തത് ഇങ്ങനെ ഒരു അനുഭവത്തിൽ നാം ആയിരിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ അവിടുത്തെ മുറിയപ്പെട്ട കരങ്ങളിലെ നക്ഷത്രങ്ങളായി ജ്വലിച്ചു പ്രകാശിക്കുന്ന അനേകരെ നീതിയിലേക്ക് കൊണ്ടുവരുന്ന ബുദ്ധിമാന്മാരായി മാറ്റപ്പെടും. അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഈ അന്ത്യകാലത്ത് കർത്താവെ എന്നെ കൊണ്ടുവരണമേ, തിരുസഭയെ കൊണ്ടുവരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മളിൽ കർത്താവിന്റെ പ്രശോഭിത വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായത്തിലേക്ക് നാം നോക്കുന്നതായ ഈ സന്ദർഭത്തിൽ 12-13 പ്രാവശ്യമാണ് ഈ 4-ാം അധ്യായത്തിൽ തന്നെ ദൈവസിംഹാസനത്തെ പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് ഈ 4-ാം അധ്യായത്തെ ദ ചാപ്റ്റർ ഓഫ് ദ ത്രോൺ ഓഫ് ഗോഡ്, ദൈവമഹത്വ സിംഹാസനത്തിന്റെ അധ്യായം എന്നാണ് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തെ വേദവിദ്യാർത്ഥികൾ വിശേഷിപ്പിക്കുന്നത്. ഇൻഫാക്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ നാം പഠിക്കുമ്പോൾ 37 പ്രാവശ്യം ദൈവസിംഹാസനത്തെ പറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവസിംഹാസനത്തെ 4-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. 22-ാം അധ്യായം ക്ലോസിംഗ് ചാപ്റ്ററിലും ദൈവസിംഹാസനം പറഞ്ഞുകൊണ്ടാണ്. ദൈവസിംഹാസനം വെളിപ്പെടുത്തി ആരംഭിക്കുന്നു, ദൈവസിംഹാസനം വെളിപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവസിംഹാസനത്താൽ നിറയപ്പെട്ട പുസ്തകമാണ് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം എന്ന് നാം മനസ്സിലാക്കണം. 4-ാം അധ്യായം മുതൽ പഠിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ വേറെ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് കാണുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1-ാം അധ്യായത്തിൽ തേജോമയനായ കർത്താവ് നമ്മളിൽ വസിക്കുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത്, കർത്താവ് സാത്താന്റെ ശക്തികളെ തകർത്തത്, പാതാള ഗോപുരങ്ങളെ ജയിച്ചത് ഒക്കെയും നമുക്ക് 1-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ കൃപായുഗത്തിൽ നമ്മുടെ ഇടയിൽ വസിക്കുന്നവനായ കർത്താവ്,
4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കൃപായുഗം അവസാനിച്ചിട്ട് ഒരു പുതിയ യുഗം ആരംഭിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ന്യായവിധിയുടെ യുഗം. ഹല്ലേലൂയ. ന്യായവിധി എന്ന കാറ്റുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളെയും ദൈവം ലോകത്തെയും പാറ്റുന്നതാണ് വാസ്തവത്തിൽ നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ ദൈവശാസ്ത്രപരമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. യാക്കോബിന്റെ കഷ്ടകാലമെന്നും ഹല്ലേലൂയ സ്തോത്രം എതിർക്രിസ്തുവിന്റെ ഭരണകാലമെന്നും ഒക്കെ നാം വിശേഷിപ്പിക്കുന്നത് 4-ാം അധ്യായം മുതൽ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ 4-ാം അധ്യായത്തിൽ കാണുന്ന സിംഹാസനം 2-3 അധ്യായത്തിൽ 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ കാണുന്ന സിംഹാസനമല്ല. ഹല്ലേലൂയ. 4-ാം അധ്യായം മുതൽ കാണുന്ന ദൈവസിംഹാസനം എന്ന് പറയുന്നത് ദൈവം ലോകത്തെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം ഇരിക്കുന്ന ഇരിപ്പാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പ്, ഇസ്രയേലിന്റെ വീണ്ടെടുപ്പ്, ഈ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ കൂടെ ലോകം നടന്നു പോകുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ ന്യായവിധി എന്ന ചുഴലിയിൽ കൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ചിലരെ പൊന്നുപോലെ പുറത്തു വരുന്നത് കാണുവാൻ സാധിക്കുന്നു. ഈ ലോകത്തിലെയും യഹൂദന്മാരുടെയും ഏതാണ്ട് 6-5 ഈ ലോകക്കാരും പട്ടുപോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഹൂദന്മാരിൽ ഇന്ന് കാണുന്ന യഹൂദന്മാരിൽ 3-2 കൂടെ ശോധന കഴിഞ്ഞു വരുമ്പോൾ ഇല്ലാതായിത്തീരുന്നു. 3-1 മാത്രമേ തീയിൽ കൂടെ പുറത്തു വരത്തുള്ളൂ എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് നാം ആയിരിക്കുന്ന ഈ കൃപായുഗത്തെ ഹല്ലേലൂയ നാം അഗണ്യമായി വിചാരിച്ചാൽ, എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ ഇത്ര വലിയ രക്ഷയെ നാം അഗണ്യമായി വിചാരിച്ചാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഹല്ലേലൂയ. നാം പ്രാപിച്ചിരിക്കുന്ന രക്ഷയെ എബ്രായ ലേഖനകർത്താവ് പറയുന്നത് ഇത്ര വലിയ രക്ഷയെന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. സർവഭൂമിയെക്കാളും വിലയുള്ള മാനവജാതിയുടെ ആത്മാവിന്റെ വിലയുള്ള മാനവജാതിയെ കാൽവറിയിലെ ക്രൂശിലെ രക്തത്താൽ ഹല്ലേലൂയ വീണ്ടെടുത്ത് പാപക്കറകൾ കഴുകി ഇത്ര വലിയ രക്ഷ ഹല്ലേലൂയ കൃപയാൽ പ്രാപിക്കുന്നത് ഹല്ലേലൂയ നാം അഗണ്യമായി വിചാരിച്ച് ഹല്ലേലൂയ നിസാരമായി കണ്ട് എല്ലാവരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. കൂട്ടത്തിൽ ഞാനും രക്ഷിതാവായി. അങ്ങനെയല്ല. നാം പ്രാപിച്ച രക്ഷയുടെ ശ്രേഷ്ഠത, വലിപ്പം, ക്രിസ്തുയേശു അതിനെ ചിലവ് ചെയ്ത തന്റെ ജീവൻ, ഇവയൊക്കെ മനസ്സിലാക്കി ഹല്ലേലൂയ നാം ക്രിസ്തുയേശുവിൽ കൂടെ പ്രാപിച്ച രക്ഷ ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കി ഹല്ലേലൂയ രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് ഹല്ലേലൂയ എപ്പോഴും കർത്താവിന് സ്തോത്രം കരേറ്റുന്നവരായിരിക്കണം. സഹസ്രാബ്ദ വാഴ്ചയിൽ ഇസ്രായേൽ മക്കൾ പാടുന്ന അനേക പാട്ടുകളുണ്ട്. അതിൽ ഒരു പാട്ടാണ് ഇശയ്യാ പ്രവചനം 12-ാം അധ്യായം. പ്രാവചനികമായി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വാഴുവാൻ പോകുമ്പോൾ നിവർത്തീകരിക്കപ്പെടുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈശായിയുടെ കുറ്റിയിൽ നിന്നും ഹല്ലേലൂയ മുള പുറപ്പെടുന്നത് 11-ാം അധ്യായത്തിൽ കാണുന്നു. 12-ാം അധ്യായത്തിൽ ഹല്ലേലൂയ മുളയാകുന്ന ക്രിസ്തു ഹല്ലേലൂയ ഈ ലോകത്തെ ഭരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ സകല ജാതികളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ഹല്ലേലൂയ സ്വന്തം ദേശത്തെ മശിഹാ തമ്പുരാന്റെ കീഴിലായിരിക്കുമ്പോൾ അവിടെ ഒരു പാട്ട് പാടും. ആ പാട്ട് ഹല്ലേലൂയ ഇപ്പോഴെന്റെ മനസ്സിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ഹല്ലേലൂയ പണ്ട് ഞാൻ ആ പാട്ടിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയമാണ് അതിനകത്ത് ഒരു പദപ്രയോഗം, രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരും. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നാം സദാസമയം രക്ഷയുടെ ഉറവയാകുന്ന ക്രിസ്തുയേശുവിൽ നിന്നും ജീവജല നദിയിൽ നിന്നും അടിക്കപ്പെട്ട പാറയിൽ നിന്നും ഒഴുകി വരുന്ന ജീവജല നദിയിൽ നിന്നും പാനം ചെയ്ത്
പാനം ചെയ്ത് ഹല്ലേലൂയ രക്ഷയുടെ ആ വലിയ പാനപാത്രം എടുത്തുകൊണ്ട് കർത്താവിന് സ്തുതിസ്തോത്രങ്ങൾ കരേറ്റുന്നവരായിരിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ 4-ാം അധ്യായത്തിലേക്ക് 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 18-ാം വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ താക്കോലാകുന്ന ക്രിസ്തു, വാതിലാകുന്ന ക്രിസ്തുവാണ് 4-ാം അധ്യായത്തിൽ കാണുന്നതെങ്കിൽ വാതിലിന്റെ താക്കോലാകുന്ന ക്രിസ്തുവിനെയാണ് 1:18 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, ദൈവവചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായി, പൊരുളായി, യേശു ക്രിസ്തുവിനെ ദ കീ ഓഫ് ഡേവിഡ്, ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കും. നിങ്ങളെ ഞാൻ അല്പസമയം കൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് പഠിപ്പിക്കാം. ഹല്ലേലൂയ, യെശയ്യാ പ്രവചനം 22-ാം അധ്യായം അതിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലെ യെശയ്യാ പ്രവചനം 22-ാം അധ്യായം നാം വായിക്കുന്ന സന്ദർഭത്തിൽ ദാവീദിന്റെ താക്കോലുള്ളതൊക്കെ നമുക്ക് 15-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ ഒന്ന് വായിക്കാം. 25-ാം വാക്യം, ഞങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ചെന്ന് ഭണ്ഡാരപതിയും രാജവിചാരകനുമായ ശെബ്നയെ കണ്ടു പറയേണ്ടത്, നീ എന്താകുന്നു ഈ ചെയ്യുന്നത്? നിനക്ക് ഇവിടെ ആരുള്ളൂ? ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്? ഉയർന്ന ഒരു സ്ഥലത്ത് അവൻ തനിക്ക് ഒരു കല്ലറ വെട്ടിക്കുന്നു, പാറയിൽ തനിക്ക് ഒരു പാർപ്പിടം കുത്തി ഉണ്ടാക്കുന്നു. എടോ, നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും. അവൻ നിന്നെ ഒരു പന്തുപോലെ വിശാലമായ ഒരു ദേശത്തെ ഉരുട്ടിക്കളയും. നിന്റെ യജമാനന്റെ ഗ്രഹത്തിന്റെ ലജ്ജയായുള്ളവേ, അവിടെ നീ മരിക്കും. നിന്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെയാകും. ഞാൻ നിന്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. അന്നാളിൽ ഞാൻ ഹിസ്കിയാവിന്റെ മകനായ എന്റെ ദാസനായ എല്യാഖീമിനെ വിളിക്കും. അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും. നിന്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും. നിന്റെ അധികാരം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദാ ഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കയുമില്ല. ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. അവൻ തന്റെ പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. അവർ അവന്റെ മേൽ അവന്റെ പിതൃഭവനത്തിന്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും. അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരിക്കുന്ന ആണി ഇളകിപ്പോകുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോകുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. പല പ്രവചനങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇത് പെട്ടെന്ന് എന്താണ് എന്ന് സംശയം ഉണ്ടാകാതെ വണ്ണം ഞാൻ പറയാം. ശെബ്ന എന്ന് പറയുന്ന ആളും എല്യാക്കീം എന്ന് പറയുന്ന 2 പേരെ പറ്റിയുള്ള ദൂതാണ് ഇവിടെ കാണുന്നത്. ഇവർ 2 പേരും അന്നത്തെ യഹൂദയിലെ രാജാവിന്റെ കീമോസ്റ്റ് പീപ്പിളായി, കൗൺസിലേഴ്സായി ജീവിക്കുന്നവരായിരുന്നു. ശെബ്ന എന്ന് പറയുന്നത് അന്നത്തെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിരുന്നു.
ആ രാജാവിന്റെ ട്രഷറി നോക്കുന്നവരായിരുന്നു എന്ന് ഹിസ്കിയ രാജാവിന്റെ കാലത്ത് ആ ട്രഷറി നോക്കുന്നവനായിരുന്നു എന്ന് മുമ്പോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്നത്തെ കാലത്തെ ഹല്ലേലൂയ ഏതൊരു വ്യക്തി ട്രഷറിയുടെ ഇൻചാർജ്, ഇന്ന് നാം പറയുകയാണെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്നുവോ, ആ വ്യക്തി അന്ന് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ പ്രതാപത്തെ കാണിക്കേണ്ടതിന് വേണ്ടി അവന്റെ അരയിൽ ഹല്ലേലൂയ ഒരു അരക്കച്ച കെട്ടിയിട്ട്, ഹല്ലേലൂയ പൊൻനിറമായ ഒരു അരക്കച്ച കെട്ടിയിട്ട് ഒരു വലിയ താക്കോല അരക്കച്ചയിലിട്ട് ഇങ്ങനെ അത് വെച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത്, വലിയ രഥങ്ങളിലൊക്കെയും പോകുന്നത്. അപ്പോൾ അവനെ കാണുന്നതായ സന്ദർഭത്തിൽ ദേശക്കാരും മറ്റുമൊക്കെയും അതുപോലെ മറ്റ് രാജ്യങ്ങൾ അവൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഇന്ന രാജ്യത്തെ ഫിനാൻസ് മിനിസ്റ്ററും ഹല്ലേലൂയ രാജാവിന്റെ ഹല്ലേലൂയ ശുശ്രൂഷയിൽ അവർ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നവനും എന്നൊക്കെയാണ്. ഹല്ലേലൂയ അന്നത്തെ കാലത്ത് രാജാവ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഇങ്ങനെയുള്ളവർക്കാണ് ഉള്ളത്. ഹല്ലേലൂയ ഇങ്ങനെ ശെപ്നയെ പറ്റിയാണ് പറയുന്നത്. ശെപ്ന താൻ വലിയ മഹാനായപ്പോൾ അവിടെയുള്ളതായ ഒരു നല്ല പട്ടണത്തിൽ ഹല്ലേലൂയ ഉയർന്ന ഒരു കുന്നിന്മേൽ മനോഹരമായി ഇന്ന് മനുഷ്യർ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ വലിയ ഒരു കല്ലറ പണിതു. താൻ മരിച്ചു പോയാലും ആ കല്ലറയിൽ തന്നെ അടക്കി വലിയ പേരും ഹല്ലേലൂയ ട്രഷറി മിനിസ്റ്റർ എന്നൊക്കെയുള്ള പേരും താക്കോലും ഒക്കെ ഇട്ട് ഹല്ലേലൂയ സ്തോത്രം താനെ ഹല്ലേലൂയ ഒരു മഹാൻ എന്ന് താൻ മരിച്ചു പോയാലും മറ്റുള്ളവർ കാണത്തക്കവണ്ണമുള്ള അവസ്ഥ അവൻ ഒരുക്കുന്നതാണ് 15 മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവന്റെ പുറമേ ചിലത് വെളിപ്പെടുത്തേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം ഒരു ട്രഷറി മിനിസ്റ്റർ ആയിട്ട് തീരുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ അവനൊരു മഹാനെന്ന് താൻ മരിച്ചാലും നൂറ്റാണ്ടുകളോളം ലോകം അറിയേണ്ടതിനുള്ള പ്രവൃത്തികൾ അവൻ ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹോവയിൽ ആശ്രയം വെക്കാതെ പുറമേ ഉള്ളതിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. മറ്റു ചില റൈറ്റിംഗ്സിൽ പറയുന്നത് ഹിസ്കിയാവിനെ ഇവനിൽ നിന്ന് കിട്ടിയിരിക്കുന്നതായ ഉപദേശങ്ങളൊക്കെ പുറമേ ഉള്ള ഉപദേശങ്ങളായിരുന്നു. ഹിസ്കിയാവും മറ്റു ചില രാജാക്കന്മാരും മിസ്രയേമിനെ ആശ്രയിപ്പാൻ തക്കവണ്ണം അവനെ പ്രേരിപ്പിച്ചത് ഈ ശെപ്നയായിരുന്നുവെന്നാണ്. മിസ്രയേമിലെ കുതിരകളെ ഒന്നും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ടും ഈ ശെപ്നയാണ് നാം ഹീബ്രു റൈറ്റിംഗ്സ് വലിയ ആൾക്കാരുടെ റൈറ്റിംഗ്സ് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ശെപ്നയെ പറ്റി കാണുവാൻ സാധിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇശയ്യാ പ്രവാചകനിൽ കൂടെ പറയുകയാണ്, നിന്റെ ഈ പരിപാടി ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ പുറമേ ഹല്ലേലൂയ മിസ്രയേമിലെ കുതിരകളെ കൊണ്ടുവന്ന് ദൈവത്തിൽ ആശ്രയിക്കാതെ ഹല്ലേലൂയ നീ വിജയം കണ്ടെത്താമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി നിന്നെ ഒരു പന്ത് പോലെ എറിഞ്ഞു കളയും. അഥവാ ഹല്ലേലൂയ സ്തോത്രം അതിനെപ്പറ്റി ലിറ്ററലി നിവൃത്തിയായ കാര്യത്തെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ശെപ്നയെ ബാബേല്യ രാജാവ് പിടിച്ചിട്ട് അവനെ പുറത്തു കൊണ്ടുപോയി ഹല്ലേലൂയ അവനെ ഒരു കഴുതയെ പോലെ എറിഞ്ഞു കളഞ്ഞ് ഹല്ലേലൂയ വെട്ടിക്കൊല്ലുകയായിരുന്നു ചെയ്തത്. ഹല്ലേലൂയ അവനുണ്ടാക്കിയ വലിയ ഹല്ലേലൂയ സ്തോത്രം ഈ ടൂമ്പിനകത്തെ അവനെ അടക്കുവാനോ അവന്റെ മഹിമയൊന്നും കാണാതെ ഹല്ലേലൂയ ഒരടിമയെ പോലെ ഹല്ലേലൂയ ഒരു കഴുതയെ പോലെ ഹല്ലേലൂയ അവൻ തകരപ്പെടുന്നതും ഹല്ലേലൂയ ഒരു ശവമായി ഹല്ലേലൂയ വെളിയിൽ കിടക്കുന്നതുമാണ് കാണുവാൻ സാധിക്കുന്നത്. ലോകത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ഗതിയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അവൻ മരിച്ചു പോയതായ സന്ദർഭത്തിൽ അവന് പകരം ആക്കപ്പെട്ട വ്യക്തിയാണ് എല്യാക്കീം എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ ഈ എല്യാക്കീം ആരാണ് എന്ന്
ഹല്ലേലൂയ സ്തോത്രം ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹിൽക്കിയാവിന്റെ മകനായ എല്യാക്കീം. ഹിൽക്കിയാവ് ആരാണെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഹിൽക്കിയാവ് എന്ന് പറയുന്നത് യിരെമ്യാവിന്റെ പിതാവായിരുന്ന അന്നത്തെ കാലത്തെ മഹാപുരോഹിതനായിരുന്നു. വളരെ വ്യക്തമായി യിരെമ്യാ പ്രവചനത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എല്യാക്കീം എന്ന് പറയുന്നത് യിരെമ്യാ പ്രവാചകന്റെ മൂത്ത സഹോദരനായിരിക്കാം എന്നാണ് ഭൂരിപക്ഷ വേദവിദ്യാർത്ഥികളും അഭിപ്രായപ്പെടുന്നത്. താൻ തന്റെ പിതാവായ ഹിൽക്കിയാവിനെ പോലെയും തന്റെ അനുജനായ യിരെമ്യാവിനെ പോലെയും ഭക്തനായിരുന്നു. ഈ ഭക്തനായ എല്യാക്കീം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഴലായി നിൽക്കുന്നു. ഒത്തിരി പഠിപ്പിക്കാൻ ഇവിടെയുണ്ട്. ഈ എല്യാക്കീം ഹല്ലേലൂയ കാലം മുതൽ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ ബാബേലിൽ പോയിട്ട് മടങ്ങി വന്നതിന് ശേഷം യഹൂദന്മാരായ യഹൂദ വർഗത്തിൽപ്പെട്ട ദാവീദ് തലമുറകളല്ല ഹല്ലേലൂയ ഭരിച്ചത്, പിന്നെ പൗരോഹിത്യമാണ് ഭരിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. സെക്കറിയ പ്രവചനം ഞാൻ പഠിപ്പിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഞാൻ അതൊക്കെ ചിലതൊക്കെ എടുത്തു പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. സെക്കറിയ പ്രവചനത്തിന്റെ 6-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം യോശുവ മഹാപുരോഹിതന്റെ തലയിൽ കിരീടം വെക്കുന്നതൊക്കെ ഹല്ലേലൂയ അതിനോടുള്ള ബന്ധത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. യഹൂദന്മാരുടെ 2000 വർഷത്തെ ചരിത്രം പഠിക്കുമ്പോൾ 4 500കളായി വിഭാഗിക്കാം. അവസാനത്തെ 500 ഭരിച്ചിരുന്നത് ഹല്ലേലൂയ സ്തോത്രം രാജാക്കന്മാരല്ല പുരോഹിതന്മാരായിരുന്നു എന്ന് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എല്യാക്കീമിന്റേതായിട്ടുള്ള ദൂത് നമുക്കിവിടെ അവന്റെ മേലുള്ള പ്രവചന ദൂത് കാണുവാൻ സാധിക്കും. പിന്നെ ഹല്ലേലൂയ ഒരിക്കൽ ഹല്ലേലൂയ സ്തോത്രം ഈ ശെപ്ന അരയിൽ കെട്ടിക്കൊണ്ട് നടന്ന ഈ താക്കോലുണ്ടല്ലോ, ഇപ്പോൾ അത് എല്യാക്കീമിന് കിട്ടി. ഹല്ലേലൂയ എല്യാക്കീമിനെ അതുകൊണ്ടാണ് താക്കോൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നിട്ട് ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ സ്തോത്രം അവനെ ഒരു ഹല്ലേലൂയ ദാവീദ് ഗ്രഹത്തിലെ ഒരു രാജാവിനെ പോലെ ഹല്ലേലൂയ സ്തോത്രം പിന്നീട് ഭരിക്കുന്ന ഭരണത്തെയും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന് നിഴലായിട്ടുമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അടച്ചാൽ ആരും തുറക്കയില്ല എന്ന് പറയുന്നുണ്ട്. ഈ പദപ്രയോഗം തന്നെയാണ് ഫിലിപ്പിയ ലേഖനത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 3:8 7-8 വാക്യങ്ങളിലാണ് ഹല്ലേലൂയ ഫിലദൽഫിയ ചർച്ചിനെ പറ്റി പറയുമ്പോൾ ഹല്ലേലൂയ ഞാൻ നിനക്കൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ഞാൻ തുറന്നാൽ അടയ്ക്കുന്നതാര്, ഹല്ലേലൂയ ഞാൻ അടച്ചാൽ തുറക്കുന്നതാര് എന്നൊക്കെ പറയുന്നത് ഹല്ലേലൂയ ക്രിസ്തുയേശുവിൽ നിവർത്തീകരിക്കപ്പെട്ടതായി കാണുവാൻ സാധിക്കുന്നു. എല്യാക്കീമിനെ ഇവിടെ യേശു തമ്പുരാന്റെ നിഴലായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആലയത്തിൽ ആലയ ഉപകരണങ്ങൾ തൂക്കിയിടേണ്ടതിന് വേണ്ടി ആലയത്തിലെ വെസൽസ് തൂക്കിയിടേണ്ടതിന് പാത്രങ്ങളൊക്കെ തൂക്കിയിടേണ്ടതിന് വേണ്ടി വലിയ ആണികൾ തൂക്കിയിടും. ഈ ആണികളിൽ ഈ വെസൽസ് തൂക്കിയിടുന്നതാണ് ഹല്ലേലൂയ സ്തോത്രം ഞാനൊരു ആണി പോലെ അവനെ തറയ്ക്കുമെന്നൊക്കെ പറഞ്ഞതിന്റെ യഹൂദന്മാർക്കത് പറയുമ്പോൾ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഈ ആണി ഉറപ്പുള്ളതല്ല എങ്കിൽ അത് ഒടിഞ്ഞു പോകും. നാം ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കിണ്ടി മുതൽ കിണ്ണം വരെ, അതായത് നമ്മുടെ ചെറുതും വലുതുമായ ഏതെല്ലാം ആവശ്യമുണ്ടോ, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതോ ഹല്ലേലൂയ യാഗത്തിലെ രക്തമെടുക്കേണ്ടതിന് ഉപയോഗിക്കുന്നതോ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതോ
എന്തെല്ലാം ഉപകരണമായി ദൈവം നിന്നെ വിളിച്ചുവോ ആ വിളിയിൽ നാം പ്രക്ഷോഭിതരായി തീരണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നാം തൂക്കപ്പെട്ടവരായി ഹല്ലേലൂയ ഒരിക്കലും ഒടിഞ്ഞു പോകാത്ത ആണി. ഈ മാനവജാതി ഏതൊരുവനാണെങ്കിലും അവനിൽ കൂടുതൽ ഭാരം തൂങ്ങിയാൽ അത് ഒടിഞ്ഞു പോകും. എന്നാൽ ഹല്ലേലൂയ ഭൂമിയെ ഒരു നാഴിയിൽ കൊള്ളിക്കുന്നവൻ, ആകാശത്തെ ഒരു ചാണുകൊണ്ട് വിരിക്കുന്നവൻ, ഹല്ലേലൂയ പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുന്ന നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഹല്ലേലൂയ വാതിലാകുന്ന ക്രിസ്തുവേ, താക്കോലാകുന്ന ക്രിസ്തുവേ, അങ്ങിൽ ഞാൻ തൂക്കപ്പെട്ട് ഹല്ലേലൂയ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി ഒരു വിഷയമായിരുന്നു. ഞാനിത് നേരത്തെ അല്പം തുടങ്ങിയിരുന്നെങ്കിൽ കുറെ കൂടെ എനിക്ക് വിവരിക്കാമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ താക്കോലായി അനേക കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് തിരുവചനത്തിൽ. ഹല്ലേലൂയ ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ 8-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ ജ്ഞാനമായി പരിജ്ഞാനത്തിന്റെ താക്കോലുള്ളവനായി ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായി എന്ന് പറഞ്ഞാൽ ഇടനായിരിക്കുന്നു. ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നാം വായിച്ചു. ദ കീ ഓഫ് ഡെത്ത് ആൻഡ് ഹെൽ. ഹല്ലേലൂയ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദ കീ ഓഫ് ദ ബോട്ടംലെസ് പിറ്റ്. ഹല്ലേലൂയ അഗാധ കൂപത്തെ പൂട്ടുവാനും അതിനെ തുറക്കേണ്ട സമയത്ത് തുറക്കുവാനും സാധിക്കുന്ന ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ രാജ്യത്തിന്റെ താക്കോൽ കർത്താവ് നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്നത് തുറക്കുവാനും ഹല്ലേലൂയ സാത്താൻ ഹല്ലേലൂയ നമ്മെ പരീക്ഷിച്ചില്ലാതാക്കുവാൻ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത് അടയ്ക്കുവാനും നമ്മെ കാത്തു സൂക്ഷിക്കുവാനും കിണ്ടി മുതൽ കിണ്ണം വരെയുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ നല്ല ആണിയാകുന്ന ഉറപ്പുള്ള ആണിയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ തൂക്കിയിട്ടാൽ അതൊരിക്കലും ഒടിഞ്ഞു പോകുകയില്ല. ഈ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിലെ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മേലോ ബാങ്ക് ബാലൻസിന്മേലോ ചിലതൊക്കെ നാം തൂക്കിയിട്ടാൽ അതെല്ലാം ഒടിഞ്ഞു പോകും. ഒടിയാത്ത ഒരാണി മാത്രമേ ഉള്ളൂ, ഉറപ്പുള്ള ആണി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ ഭാരങ്ങൾ തൂക്കിയിടാം, നമ്മുടെ ശുശ്രൂഷകൾ തൂക്കിയിടാം. തിരുനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ ജ്ഞാനത്തിന്റെ താക്കോലായവൻ നമുക്ക് ജ്ഞാനവും പരിജ്ഞാനവും തന്ന് അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാകട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രികാല ഈശ്വരമായ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമല്ലോ. വചനത്തിന്റെ വാതിൽ വിലപ്പെട്ട ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തിന്റെ വിലപ്പെട്ട ആലോചന, ദൈവ ശബ്ദം ദൈവഭക്തന് നമ്മൾ കേൾപ്പാൻ ഇടയായി തീർന്നുവല്ലോ. ഹല്ലേലൂയ സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം ലഭിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം. ആ ഫുൾ അതോറിറ്റി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാവും. ഞാൻ ചെയ്തതിൽ അധികം നിങ്ങൾ ചെയ്യുമെന്നും കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ ആകയാൽ നാം യഹോവ ഭയമുള്ളവരായി ഇരിക്കട്ടെ. ഹല്ലേലൂയ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ സൂക്ഷിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം
നമുക്കിടയായി തീരട്ടെ. ദൈവം കൽപ്പിച്ചതുപോലെ അങ്ങനെ തന്നെ. ഹല്ലേലൂയ. നമ്മൾ നല്ല ഉറപ്പും ധൈര്യമുള്ളവരായി അവിടുത്തെ മുഖത്തേക്ക് നോക്കി നമ്മുടെ യാത്ര നമുക്ക് തുടരുവാൻ, നാം ബഹുമാനിപ്പാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, വചനം സംസാരിച്ച ദൈവത്തിനെ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്ര. ഓർമ്മശക്തി, തെളിഞ്ഞ ബുദ്ധി, അജ്ഞാനികളായിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് പിന്നെ നിറയ്ക്കുവാൻ, വരുന്ന ദിവസങ്ങളിലും ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവഭക്തിനെ അഭിഷേകത്തോടും ദൈവശക്തിയോടും തീവ്രതയോടും കൂടെ നിർത്തുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. മകളെ കുടുംബമായി ബോബിയെയും മോളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. വീട്ടുകാർ, കുടുംബക്കാർ, യാത്രക്കാർ, സ്നേഹിത സഹോദരങ്ങളെല്ലാം കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിനും ദൈവസഭയ്ക്കും എല്ലാവർക്കും ഈ രാജ്യത്തിനും രാജ്യങ്ങൾക്കും ഈ സിറ്റിക്കും അനുഗ്രഹമാക്കി നിർത്തട്ടെ. പ്രയറിലെ നടത്തുന്ന മക്കളെ നാം നിരന്തരം പ്രാർത്ഥിക്കാം. ഈ പ്രയർ സംബന്ധിക്കുന്ന ഓരോ കുടുംബങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദാസിദാസന്മാർ, പൈതങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, അപ്പച്ചനമ്മയ്ക്കുമാർ, ഓരോ കൃഷ്ണനിലും കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന കൃപാസന്മാർ, ലീഡ് ചെയ്യുന്നവര്, പ്രാർത്ഥിക്കുന്നവര്, പാട്ടുപാടുന്നവരെല്ലാവരും നമുക്ക് ഓർക്കാൻ പ്രാർത്ഥിക്കാം. എത്ര വലിയ അനുഗ്രഹ സമൃദ്ധിയാണ് ദൈവം ഈ പ്രയറിലേക്കൂടെ പകരുന്നത്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പിതാവാൻ ദൈവമേ, പുത്രനാൻ ദൈവമേ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഈ ദൈവത്തിന്റെ വിലപ്പെട്ട സാന്നിധ്യം ഇവിടുന്ന് രാത്രികാലം ഐശ്വര്യമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ പകർന്നതിനായി നന്ദി കരയേറ്റുന്ന വചനത്തിന്റെ വാതിലുകളുടെ ഭക്തന് തുറന്നുകൊടുത്തതിനാണ് ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുമല്ലോ. ഹാലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാലേലൂയ. എല്ലാവരെയും കർത്താവിന്റെ തിരുനാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആർക്കും ഒരു ദോഷവും വരാൻ യഹോവ പരിപാലിക്കണം. മുൻപടിയും പിൻപടിയുമായി ഒരു മഹാവീരനെ പോലെ കൂടെ അവിടുന്ന് വരുന്നിടത്തുവാൻ വിശ്വസ്തനായി വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹാലേലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അറിയിച്ചത് വിശ്വസ്തനായ, അത്യന്ത വിശ്വസ്തനായ ദൈവം നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യാത്രയുടെ ആമ്പങ്ങളൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിപ്പാൻ അടുക്കളെ തട്ടി ഉണർത്തണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉണർന്നിരിപ്പാൻ അടുക്കളയെ സഹായിക്കണം. ഏത് സമയത്തും കാഹളം ധ്വനിക്കും. അടുക്കളെല്ലാവരും അവിടുത്തെ സന്നിധിയിൽ കാണപ്പെടുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. സുഖവർക്കങ്ങൾ രാത്രി തന്നുമായിരിക്കണം. എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ശ്വസിക്കുന്നവളെ വഴി നടത്ത വലിയ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ സംസർഗവും ഭൂലോത്സവ വിശുദ്ധന്മാരോട് നമ്മോടും കൂടെ ഇന്നും എന്നേക്കും കർത്താവിന് രണ്ടാമത്തെ മേഘപ്രത്യക്ഷം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. God bless us all. യേശുവിൻ കരങ്ങൾ